ആമ കൊറേ ചത്തെടുക്കണേ തോക്ക പിടിച്ച് അവൻ വീഡിയോ എടുക്കും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. അവിടെ ഒരു ഷിപ്പ് കിടക്കണ്ട് തുറക്കാട. ഹലോ ഗൈസ്, നമ്മള് എവിടെയാ വിശാഖപട്ടണത്തെ RK ബീച്ചിൽ നിന്ന് നമ്മള് എന്തായിരുന്നു ഡോൾഫിനോസ് അല്ലേ, ഡോൾഫിനോസ് ലൈറ്റ് ഹൗസിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കണേ. എൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു കഴിഞ്ഞ വ്ളോഗ് നമ്മൾ ക്ലോസ് ചെയ്തത്. കാരണം ഇത് ഇച്ചിരി വലിയ ലെങ്ത്തിലുള്ള വ്ളോഗായി പോകുമെന്നൊരു സംശയം തോന്നുന്നുണ്ട്. അത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്ത് വേറെ വ്ളോഗിൽ ബാക്കിയുള്ള കാഴ്ചകൾ കയറ്റാന്ന് ഓർത്ത് അങ്ങനെ ക്ലോസ് ചെയ്തായിരുന്നു ഇതിന് മുമ്പുള്ള വ്ളോഗ്. സോ ഇനി നമ്മൾ RK ബീച്ചിൽ നിന്ന് ഡോൾഫിനോസിലേക്കുള്ള ആ റൂട്ടിൽ നിന്നാണ് ഇപ്പം ഈ വ്ളോഗ് നമ്മൾ തുടങ്ങുന്നത്. ഇനിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. പോണ വഴിക്ക് ഒരു സ്വീറ്റ്സിൻ്റെ കട ഉണ്ട്. ഇപ്പോൾ ചുമ്മാ സ്വീറ്റ്സ് അടിക്കാൻ കയറിയത്. അപ്പോൾ ഈ റെഡ് സാധനം പിന്നെ നമ്മുടെ മൈസൂർ പാക്കില്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഓർത്താണ് ഗൈസ്. ഹിന്ദി പറയണമെന്ന് പറയാ. कुकीज है ना, हाँ ये दोनों एक करके ले गया. ऐसा निकाला. പഠിക്കാൻ വിടുമ്പോ മാങ്ങ വിടുക. അല്ല പഠിക്കാൻ ഞാനും പഠിക്കാനല്ല കേട്ടോ, ഭായിമാരൊപ്പം നിർത്തി പഠിക്കാം. സോ ഗൈസ്, നമ്മൾ വിശാഖപട്ടണത്തെ ലൈറ്റ് ഹൗസിന്റെ മറന്നു ഡോൾഫിനോസ് ലൈറ്റ് ഹൗസിന്റെ പാർക്കിങ്ങിൽ വണ്ടി കൊട്ടിയിരിക്കുകയാണ്. വണ്ടി ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകാം. വന്നടിക്കൊരു നേവിയുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കിഡിലൻ നേവിക്കാരൻ തോക്ക പിടിച്ച് അവൻ വീഡിയോ എടുപ്പിച്ചില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു. തൊട്ടോട്ടേന്ന് വെച്ച് തൊട്ട് തോക്കില്ല. എന്നാ തോക്കാന്നല്ലേ എങ്ങനത്തെ ഏതാ ഇവൻ പബ്ജിയുടെ ആളാ സർ, പബ്ജിയുടെ ആളാ ഗൈസ്. അതുകൊണ്ട് ഇവന് തോക്കിന്റെ പേരറിയാം. ഗൈസ്, നമ്മൾ എവിടെയാണ്? നേവൽ ബേസിന്റെ പീക്കിലാണ് ഇപ്പോൾ. ഇവിടുത്തെ വിശാഖപട്ടണത്തെ നേവൽ ബേസിന്റെ ഒരു മലയുടെ പൊക്കത്ത് കുറേ ഏരിയ ഉണ്ട്. എവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്ങാട്ടൊക്കെ പോയി കഴിയുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. സോ ലെറ്റ്സ് സീ ആ വ്യൂ ഉണ്ടോ ഇല്ലയോ. ഇവിടെ ലൈറ്റ് ഹൗസ് കാണാം. ആ കാണല്ലേ ലൈറ്റ് ഹൗസ് ആട്ടോ. അതെ, യെസ്, ദെയർ ഇസ് ദ ലൈറ്റ് ഹൗസ്. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. എൻ്റെ മുകളിൽ കയറാം, എല്ലായിടത്തും കയറാം നമുക്ക്. ഗൈസ്, നമ്മൾ വന്ന് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് വളരെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തരുത്. എന്നടാ ഇത്? എന്നെ ഡ്രസ്സറായേ തീക്കാനെ ഷർട്ടായി പോയിട്ടത് എന്താണെന്ന് വെച്ചാ എച്ചാൻ്റെ വേണോ? ഗൈസ്, ഭയങ്കര രസമാട്ടോ ഇത്. ഇതിൻ്റെ വ്യൂ എന്നാ തോന്നണം. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും. ആ സ്ഥലത്ത് ഒരു നല്ല ശേലായിരിക്കും. നോക്കാം. ഇതാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ലൈറ്റ് ഹൗസിന്റെ മേളിൽ കയറിയിട്ടുള്ള ലൈറ്റ് ഹൗസ് അവിടെയാണ്. ഇത് ജസ്റ്റ് ഇവിടെ ഫ്ലോറിൽ നിന്ന് ഇവിടുത്തെ ഉള്ള വ്യൂ ആണിത്. നേവിയുടെ ഷിപ്പാ പോണത്. നൈസ്, കുറെ വ്യൂസ് ഉണ്ട് ഗൈസ് ഇവിടെ. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക്. നല്ല കാറ്റല്ലേ, എന്നെ കാറ്റാ. ഇവിടെ കയറണമെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ മേളിൽ കയറണമെങ്കിൽ ചെരുപ്പ് ഊരിയിരുന്നു ഇവിടെ. സോ നമ്മൾ ചെരുപ്പ് ഊരിയിരിക്കുകയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് കയറാൻ പറ്റുള്ളൂ ഇങ്ങോട്ട്. സോ ഇവിടെ എന്നാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് നേവിയുടെ കുറെ. കണ്ടടേ, ഇതെന്താ സംഭവം? ഇതാണോ സാധനടാ? അല്ല ഈ പച്ചനാ ഇതാണോ? നീ എന്താ സാധനം ഉണ്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇവിടെ ഒരു ചെറിയ കിളിവാതിലൊക്കെ ഉണ്ട് പുറത്തേക്ക്. ഉവ്വ, ആരോ ആപ്ഷി പറഞ്ഞാണോ?
ഓ നമ്മുടെ ചെക്കൻ ഒരു സ്ഥലം പോലും വിടാണ്ട് എല്ലായിടം ഷൂട്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് നടക്കണ ഗൈസ്. ഇത് ഭയങ്കര രസമാട്ടോ. ഇത് കയറി പോകുമ്പോൾ ഓരോ ലെവലിൽ നിന്നും ഓരോരോ വ്യൂകളുണ്ട് ഗൈസ്. അവിടെ ഒരു ഷിപ്പ് കിടക്കണ്ട്, എന്തോ സാധനങ്ങളൊക്കെ ഇറക്കാൻ വന്നേക്കണേ. മാഗ്നറ്റ് ക്രെയിനും സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ വിസാഖ് പോർട്ട് റെഡിയാണ് ഗൈസ്. ഇതിന്റെ പൊക്കത്തിരിക്കണം. കാറ്റെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത കാശ കാറ്റ്, മതിയായ കാറ്റല്ലേ. എങ്ങനെയുണ്ട് കാറ്റ്? എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടുത്തെ ഹാലുകൾ. ഫോൺ തെറിച്ചു പോവാ പിടിച്ചു. ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ്. ഗൈസ്, അപ്പൊ ലൈറ്റ് ഹൗസിന്റെ മേളിലെ വിഷ്വൽസ് ഒക്കെ കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അംഗം. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളൊന്ന് കയറിയ സമയം നല്ല സമയമായിരുന്നു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ വന്ന് കയറിയത്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ചൂടൊക്കെ വളരെ കുറവായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. മോളിൽ വരുന്ന കാറ്റൊക്കെ കണ്ട് സെറ്റായിട്ടിരിക്കുമായിരുന്നു. ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ അടിപൊളി ആയിട്ട് വീശുണ്ടായിരുന്നു. നിൽക്കാൻ വരെ ഫോണൊക്കെ പിടിച്ചേക്കാൻ പാടായിരുന്നു. അത് കാരണം നിന്ന് പറയുകയൊന്നും ചെയ്യാത്ത, കാരണം പറഞ്ഞാലും മൈക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല ചിലപ്പോൾ. ചുമ്മാ കാറ്റിൻ്റെ സൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിരുന്നാലും നിങ്ങൾ അവിടുത്തെ വിഷ്വൽസ് കണ്ടോട്ടെ എന്ന് ഓർത്താണ് ഞാൻ വിഷ്വൽസ് മാത്രമായിട്ട് കുറച്ചിട്ടത്. സോ ഇനി നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ അകലെ ഒരു ക്ലിഫ് മാതിരി വേറൊരു ബീച്ച് കണ്ടു. ക്ലിഫിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന ഒരു ബീച്ച്. നല്ല രസമുണ്ടായിരുന്നു അതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഇട്ടിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പോകാൻ പറ്റിയായിട്ട് അവിടെ ലൈറ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ചെല്ലുമ്പോൾ ലൈറ്റ് ആവുമെങ്കിൽ ലൈറ്റ് ഇല്ലല്ലോ. എന്തായാലും ഞങ്ങൾ പോയി നോക്കാൻ പോവാം. കിട്ടുവാണെങ്കിൽ അവിടെ കയറാം. ഗൈസ്, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. ഗൈസ്, ഫൈനലി നമ്മൾ ആ ബീച്ച് തേടി നടന്ന് വേറെ ഏതൊരു ബീച്ചിലെത്തി. പക്ഷെ ഇത് അടിപൊളിയാന്ന് തോന്നുന്നു. ഇച്ചിരി പീസ് ആയിട്ടുള്ള അധികം ക്രൗഡഡ് അല്ലാത്തൊരു ബീച്ചിലേക്കാണ് ഗൈസ്. ഞങ്ങൾ ആ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ നിന്നിപ്പോൾ ഒരു ബീച്ച് അകലേന്ന് ക്ലിഫ് പോലെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് നോക്കി വന്നേ. പക്ഷെ അവിടെയല്ല എത്തിയത്. ഇച്ചിരൂടെ ആ ക്ലിഫോട് ഇച്ചിരൂടെ മാറിയിട്ടാന്ന് തോന്നുന്നു. അല്ല, അതിന് കുറച്ച് മുമ്പായിട്ടുള്ളൊരു ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയ ബീച്ചിന്റെ ആ ക്ലിഫില്ലേ, ആ കാണായിരുന്നു. ആ ക്ലിഫാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ്. തേടി വന്നത് ഇങ്ങോട്ടേക്കായി. ലാസ്റ്റ് വന്ന് ഇവിടെ എത്തി. പക്ഷെ ഇതും അടിപൊളിയാട്ടോ. ഭയങ്കര പീസായിട്ട് കപ്പിൾസൊക്കെ ആ സൈഡിൽ കുറേ ഉണ്ട്. അങ്ങനെ ഒരു ഒതുങ്ങിയ ആളുകൾക്ക് വന്ന് ഇച്ചിരി ശാന്തമായിട്ടിരിക്കാൻ പറ്റിയൊരു ബീച്ചാണ്. ക്രൗഡഡ് അല്ലാത്ത ഭയങ്കര പീസ്ഫുൾ സ്പേസ് ആണ്. ഗൈസ്, ഇവിടെ ആമ കുറേ ചത്തിയെടുക്കണേ കാണാം ഗൈസ്. ഇവിടെ ഇത് ആമയുടെ ശവശരീരങ്ങളാണ്. ഇവിടെ ഉണ്ട്, ഇതെവിടെ ഉണ്ട്, ഇതൊക്കെ മതിയായ ചെറിയ ആമയൊന്നുമല്ല കേട്ടോ അല്ലേ, ഭയങ്കര വലിയ ആമകള്. സോ സാഡ്. നിങ്ങൾ ജസ്റ്റ് ആ ബീച്ചിൽ കയറി കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഇവിടെ ചെറിയ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ചെറിയ വടയൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് പാഴ്സൽ ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സാധനം, ദോശ പൊറോട്ടയൊക്കെ ഉണ്ട് അവിടെ. പൊറോട്ട ഉണ്ട്, പക്ഷെ പൊറോട്ട നമ്മളവിടെ അവർ അടിച്ചു വെക്കുള്ളൂ. ഇവിടെ പൊറോട്ടയാണോ? പ്ലെയിൻ പൊറോട്ട അടിച്ചിട്ടില്ല. പ്ലെയിൻ പൊറോട്ട തന്നെ, പക്ഷെ അടിക്കില്ല. അപ്പം ഫുഡിന്ന് പാഴ്സൽ ചെയ്തുകൊണ്ട് വന്ന് ഓർത്ത് രാത്രി പാഴ്സൽ ചെയ്യാന്ന് ഓർത്തിട്ട് ഇവിടെ ഓരോന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് കഴിച്ച് ലാസ്റ്റ് ഫുള്ള് കഴിച്ചിട്ട് കഴിയും. സോ ഇനി റൂമിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമല്ല. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ കഴിച്ച് കുറേ ജ്യൂസ് കടയൊക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ കംപ്ലീറ്റ് എന്നോർത്തിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടോ ഫുഡ്? എങ്ങനെയുണ്ട് സ്ട്രീറ്റ് ഫുഡ്? അപ്പോൾ നമ്മുടെ വിസാഖിലെ കാഴ്ചകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്കിവിടെ ഒരുപാട് നിന്ന് കളയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് കണ്ടിടത്തോളം കാഴ്ചകൾ കണ്ട് നമ്മൾ അടുത്ത സ്ഥലമായ പുരിയിലേക്ക് വേണം. ഒഡീഷയിലെ പുരി. ഞങ്ങൾ ഇന്ന് ഇച്ചിരി ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും റൂമിൽ ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 10 മണിയാകുമ്പോഴത്തേക്ക് കിടന്ന് ഒരു 5-6 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ എണീച്ച് അടുത്ത യാത്ര തുടങ്ങാനുള്ള പരിപാടി. അപ്പം നാളെ പകൽ ഓൾമോസ്റ്റ് ഫുള്ള് ഡ്രൈവ് ആയിരിക്കണം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും എത്തുള്ളൂ.
സോ പുതിയായിരിക്കും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതുവരേക്കും ബൈ.